ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம தொடர் மூவில வந்து பார்த்தீங்கன்னா சீன் 4 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 3 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்க. நம்ம லாலேட்டனோட கார் வந்து ஸ்டேஷனில் வந்து மாட்டிங்க, அது வந்து எடுக்கிறதுக்கு படாத பாடு வந்து படுவார். கடைசியில் ஒரு வழியாக வந்து கொடுத்துருவாங்க. கொடுத்துட்டு வந்து என்னை இங்கே வந்து ட்ராப் பண்ணிடு அப்படிங்கிற மாதிரி வந்து சொல்லியிருப்பாங்க. என்ன ட்விஸ்ட் அண்ட் டர்ன் வந்து தெரியல. நெக்ஸ்ட் வீடியோ பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோ போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ளே போகிறதுக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ദിനേശ പിന്നെ എടാ നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടം നമുക്ക് അവിടെ വരെ പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് സ്ഥലത്തിന്റെ പേര്? പാഞ്ചാലിമയുടെ അടുത്ത് അത് ഒരുപാട് ദൂരെ ഇവിടുത്തെ എരുമേലിന്ന് അടുത്താണ് സാറേ. എനിക്ക് നാളെ പിള്ളേരുമായിട്ട് ഓട്ടം ഉള്ള. ഇത് ഒരു ഓട്ടം അല്ലേടാ, നമ്മള് രാവിലെ തിരിച്ചിങ്ങ് വരും ഇല്ലേ? ആ പോടാ, പോ മോങ്ങ കിട്ടും. ശരി, പോലീസുകാരുമായിട്ട് പോയി വാറ്റെടുത്തൊന്നും പറഞ്ഞേക്കല്ലേ. അടുത്ത ആഴ്ച റിട്ടയർമെന്റാ. പിള്ളേരെ ഏറി കയറ്റി. അവനാരടുത്തും പറയില്ല സാറേ. അതിന് നിന്റെ അല്ലേ റിട്ടയർമെന്റ്? എന്റെ അല്ലേ? കല്യാണത്തിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ആണെങ്കിൽ അടിച്ചിങ് കേറി വാ സുധീഷേ. വാറ്റടിക്കണ്ട നമുക്ക്. അതെ, സാധനം വേണേ ഡിക്കി വെക്കാം. ഞങ്ങൾ ഡിക്കി പോയിരുന്നു കള്ളു കുടിക്കും. എടാ കാട്ടവരാതമേ മിണ്ടാണ്ടിരിക്കടാ. ചതും 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 போட்டு பாடுபடுத்துறாங்க லாலேட்டனை. എടാ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്നത് ജീവിക്കാനൊക്കെ തോന്നുന്നു അല്ലേടാ? സാർ, ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, സംഘട്ടനം പഴനിസ്വാമി. അദ്ദേഹം പറയുമായിരുന്നു, നല്ലൊരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാൽ അതൊരു പ്രതീക്ഷയാണ്. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് സാർ. എന്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ട നിന്നാണ്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത് മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ ഞാനൊരു ഫൈറ്ററായിട്ട് കൂടെ കൂടി. ഞാൻ 50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. നീ വണ്ടിയൊക്കെ ഉരുട്ടി കിടക്കുന്നത് സാർ? അത് ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് ആണ്. അപ്പൊ അതില് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരൻ അൻപ് എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മരിച്ചു. അത് പിന്നെ വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി, ഞങ്ങളെയൊക്കെ പിരിച്ചുവിട്ടു. പിന്നെ ഞാനിങ്ങ് പോന്നു. അപ്പൊ ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ ഇത്. അപ്പൊ ഇത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് എനിക്കിത്. ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ? പോട്ട് കണ്ടോളൻസസ് വിടടാ. ഒരുത്തനൊരു ദുരന്തം പറയുമ്പോഴാ എന്ത് ദുരന്താണാ നീ? നിന്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ ചൂടൊക്കെ ആവോ? ഈ ഇന്ത്യയുടെ ചൂടൊക്കെ വരണ്ടേ? പിന്നെ എന്റെ വണ്ടി ചൂടായാലേ നീ മോണയുടെ ചോദിച്ചാൽ മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ചാട്ടാരത്തിന് പോലീസിലായിപ്പോയി. എടാനിയാ എന്റെ അണ്ടറിൽ കയറിയാനാ എടുക്കനാ സാറേ. പോയാലോ സാറേ? പോണ്ടേ? സാറേ ഇവിടെ അങ്ങോട്ട് ഞാനാ വണ്ടി
ബെന്നി സാർ അറിയിക്കാം, എന്റെ വണ്ടി വേറെ ആരും ആരും അങ്ങനെ ഓടിക്കാം. തന്റെ കൂടെ ഉള്ളവര് തന്നെയല്ലേ ഇതിന്റെ അകത്ത് കഞ്ചാവ് നടത്തിയത്. ജോസ് സാറേ, വെറുതെ ബെന്നി സാർ വീണ്ടും ഓരോന്ന് പറഞ്ഞു. എന്തുവാടാ ബെന്നി കഴിവറി, നിനക്ക് എന്തിനാ കഴപ്പാണ് സാറേ. അത് ഈ വണ്ടി ഓടിച്ചാലേ കഴപ്പ് മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നാൽ നിന്റെ കിഴപ്പ് മാറൂല്ലേ? ആ മാറും. അയ്യോ നീ കൊടുത്തില്ല പറ്റത്തില്ല സാറേ, ഇതെന്താണ് പരിപാടി? മലയിൽ വല്ല ഉത്സവം കാണാം സാറേ. ജോർജ് സാറേ, ഓ ജോർജ് സാറേ ഒന്ന് പറഞ്ഞു. നീ വണ്ടി എടുക്കുക. ആ നമുക്കിനി ചോദിച്ചു വാ. സാറേ ഓക്കെ അല്ലേ? அது மனசு வராது தான் வண்டி மத்தவங்க வந்து ஓட்டுறது. இது என்ன ஏரியா அது? சரியான வியூவா இருக்கு. ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഡ്രൈവറെ ചെറുതുണ്ടാണി ഞാനിപ്പോ അങ്ങനെ മാറും. ഞാൻ വണ്ടി ഓടിക്കുമ്പോ കഴിക്കാറില്ല. പിന്നെ എന്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തുടരും. ഓൾ ദ ബെസ്റ്റ്. ഈ വണ്ടി അങ്ങോട്ട് ഒരു ബാറായി മാറുന്നത്. വെറുപ്പിക്കാതെടാ. എടാ സുധീഷേ, ഈ ഇടത്തോട്ട് പോകുന്ന വഴിയില്ലേ? ലെഫ്റ്റിലേക്കല്ലേ ഇത്? ഈ വഴിക്ക് പോയാ നമുക്ക് ആ ഉത്സവം കാണാൻ പറ്റൂടാ? എനിക്കറിയില്ല സാറേ. എടാ എന്നാ നീ ഈ വഴിക്ക് ആദ്യം നമുക്ക് ഉത്സവം കാണാം, എന്നിട്ട് ആഗ്രഹിക്കും. സാറേ ഈ വഴി റിസ്കാ, വണ്ടി പോകത്തില്ല. വണ്ടിയാക്കാം. എടാ നമ്മുടെ സുധീഷിന് അറിയാവുന്ന കാടാടാ ഇത്, അല്ലേടാ? നീ വണ്ടി എടുക്കുവാൻ സാറേ സാറേ ഇത് വണ്ടി നീ വണ്ടി എടുക്കുവാൻ നീ എടുക്കടാ. இவனை கோபப்படுத்திக்கிட்டே இருக்கிறீங்க, வாங்க போறீங்க. இப்ப இந்த அளவுக்கு பொறுமையா இருந்து நான் பார்த்தது இல்ல லாலக்கன் முன்னாடி. അമ്മ കളിക്കാണ്ട് ചവിടി വീട് ഡ്രൈവറെ. സാറേ ചവിട്ടി ഇവിടെ ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ. നന്നായിട്ട് ചേർത്തൊരച്ചെടുത്തു. സുധീഷ് ഇവിടുന്ന് 2 കിലോമീറ്റർ കാണൂല്ലടാ? അറിയില്ല. പിന്നെ എന്തിനാണ് മൈത്രേന്റെ മ്യൂസിയം വിസിറ്റ്? സാറിന്റെ സാറേ ഈ പാതിരാത്രിക്ക് ഇതിനകത്ത് വന്നിരുന്ന് എന്നെ കുടിക്കണോ സാറേ? കുടിക്കണോ പിടിക്കണോ എന്നൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. നീ വണ്ടി വിട് കോപ്പേ. ചെറ്റ വർത്താനം പറയാ. എടാ ഇന്നോവയൊക്കെ കേറി പോകുന്ന വഴിയായത്, നമ്മളിത് എത്ര പോയതാ? സുധീഷേ, നീ ആ കസിനെ ഒന്ന് വിളിച്ചു. ആ ഉത്സവം നമ്മുടെ തോട്ടത്തിന്റെ പോണത്. സാറേ ഇതിനകത്തൂടെ എങ്ങനെയാ പോകുന്നത് സാറേ? വണ്ടി എടുക്കടാ. ஐயோ സാറേ പോകത്തില്ല. செத்துல மாட்ட போகுது. ഇതിന്റെ അകത്ത് വെള്ളം സാറേ ഇനി ഇറങ്ങി നടക്കാം, വണ്ടി മുന്നോട്ട് പോകത്തില്ല. അതെങ്ങനെയാ ശരിയാവാ? ഒരിടത്ത് പോവാൻ വണ്ടി വിളിച്ചതല്ലേ? ഈ ആകെ 3-4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. 3-4 കിലോമീറ്റർ ആയപ്പോ 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞേ? സാറേ ഇത് ശരിയാവത്തില്ല. സൈലൻസറിൽ വെള്ളം കയറിയ എഞ്ചിന്റെ പണി പോകും. വെള്ളപ്പൊക്കത്തിൽ പോലെ ഇറങ്ങാത്ത വണ്ടിയാ, എനിക്ക് പറ്റത്തില്ല. എന്താടാ നിങ്ങൾ വേണമെങ്കിൽ ഒരു ജീപ്പ് പിടിച്ച് പൊയ്ക്കോ, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഞാനും കൂടെ നടക്കാം. അതെന്ത് വർത്താനാടാ? ഇനി ഞാൻ പറയുന്നിടത്ത് ഈ വണ്ടി നിർത്തൂ. സാറേ ഉടക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഉടക്കും. ഞാനും ഉടക്കും. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഇത് ശരിയാവില്ല. കുറെ നേരം சமைக்கனா பொறுமை தானே. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസാര്? ജോൺ സാറേ, ഓ
സാറിന് അറിയാല്ല. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണം അല്ലതാണ്. നീ ആ വീട്ടുകാരെ കണ്ടല്ലേ? അച്ഛൻ, അമ്മ, വല്യമ്മ, പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ഈ കല്യാണം അവർക്കൊക്കെ എത്ര വലുതാണ്. അല്ലേടാ സുധീഷ്? നമ്മൾ അവിടെ ചെന്ന സമയം തൊട്ടേ ഈ സുധീഷിന് കുറെ കോളും വിളിയും അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരഫെയർ ഒരു ചെറുക്കനുമായിട്ട്. പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി, കല്യാണം മുടക്കുവന്ന്. നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങൾ മറ്റേ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചേർക്കൻ കുറച്ച് വേളവനാ. അവന്റെ കയ്യിലേ ഈ പെങ്കൊച്ചിന്റെ കുറച്ച് 1-2 തുണ്ടുപണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ പിടിച്ച് 1-2 പോലീസ് മുറയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സുധീഷിന്റെ അച്ഛൻ വന്ന് ഒരു കയ്യബദ്ധം കാണിച്ചു. നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് കെഞ്ചിയ നമ്മള് ചെയ്തു കൊടുക്കണ്ടേ? പോലീസുകാരനല്ലേടാ, പോലീസുകാരന്റെ കൂടെ നിൽക്കണ്ടേ? என்னமோ சம்பவம் ஆக போகுது இப்ப. നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ വണ്ടി നിന്നെ അറിയിക്കും. ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാവും. ഒന്ന് കണ്ണടച്ചാ മതിയടാ. ഈ വണ്ടിയുടെ ഡിക്കിയിലെ ആ കഴിവേറുടെ ശവമുണ്ട്. ஐயோ ஓகே. ഞാനൊന്ന് പറയട്ടടാ, ഒരു സഹായം. ஐயோ എടഞ്ഞ ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം കൊടുക്കും. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നിന്നേം കൊല്ലും. ஐயோ തന്നെയാ. சூப்பரா இருந்துச்சு. அவரை எப்படியோ ஏமாத்தி வந்து காட்டுக்குள்ள வந்து கூட்டிட்டு போறாங்க. எதுக்கு போறாங்க என்னன்னு சொல்லிட்டு தெரியல. அங்க போய் வந்து சரக்கு அடிக்கலாம் அப்படிங்கிற மாதிரி வந்து அவர்கிட்ட வந்து சொல்லி கூட்டிட்டு போறாங்க. கடைசியில வந்து பாத்தீங்கன்னா உள்ளுக்குள்ள வந்து ஒரு டெட் பாடி வந்து இருக்கு. அதை வந்து போட தான் வந்து அப்படிங்கிற மாதிரி வந்து சொல்றாங்கன்னு சொல்லிட்டு நினைக்கிறேன். அவருக்கு வந்து ரொம்பவே வந்து லாலட்ட வந்து கோவமாயிட்டு அவர் சட்டையே வந்து பிடிச்சிட்டாரு. நான் அதான் எதிர்பார்த்தேன். அவர் பின்னாடி இருக்கிறவரை தான் வந்து தூக்கி போட்டு மிதிக்கணும்னு நான் நினச்சிக்கிட்டு இருந்தேன். அவர் ரொம்பவே வந்து பார்த்தீங்கன்னா டென்ஷன். நம்ம பார்க்குற நம்மளுக்கே வந்து பார்த்தீங்கன்னா அவ்வளோ டென்ஷனாக வந்து பேசுகிற மாதிரி இருக்கு. கடைசியில் வந்து அந்த பெட்டியை வந்து திறக்கவே இல்லை. அந்த பின்னாடி வந்து பேக் டோர் வந்து திறக்கவே இல்லை. என்ன பண்ண போகிறாங்க என்னன்னு சொல்லிட்டு தெரியல. ஓகே, இந்த வீடியோ அந்த கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா நமக்கு அந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இதுபோல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம்.